ഇതിനെ തർക്കത്തെ തുടർന്ന് നവവധു ആത്മഹത്യ ചെയ്തു എന്നുള്ള ന്യൂസ് ഞാൻ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. ഇത് ഒന്നും രണ്ടല്ല, കുറച്ച് ഇങ്ങനെ 2-3 സ്റ്റോറീസ് കണ്ട സമയത്താണ് എനിക്ക് തോന്നിയത് ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാമെന്നുള്ളത്. നമ്മൾ പലപ്പോഴും നമ്മുടെ യൂട്യൂബ് ചാനൽ മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ, മാനിഫെസ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമായതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ എൻ്റെ അഭിപ്രായമാണ് പറയാൻ പോകുന്നത്. ഈ ന്യൂസുകൾ കാണുന്ന സമയത്ത് പലപ്പോഴും ഈ ശ്രീധരൻ എന്ന് പറയുന്ന തുക 1-2 പവനല്ല, 100 അല്ലെങ്കിൽ 110 പവനും അതോടൊപ്പം തന്നെ മെർസിഡീസ് കാർ അല്ലെങ്കിൽ BMW കാർ എന്ന രീതിയിലാണ് കൊടുക്കുന്നത്. ഇതിലാരാണ് കുറ്റക്കാരൻ അല്ലെങ്കിൽ ആരാണ് തെറ്റ് ചെയ്തത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും സ്ത്രീ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു വസ്തുവായിട്ടാണ് കാണുന്നത്. ഈ ഒരു വസ്തുവായിട്ട് കാണാതെ ഒരു വ്യക്തിയായിട്ട് കാണുന്ന സമയത്ത് മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി വീട്ടിലുണ്ടെങ്കിൽ അതിനൊരു ബാധ്യതയായി കാണുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ എപ്പോഴും ഇതേപോലെ തന്നെ സ്ത്രീധന തർക്കങ്ങളും അതോടൊപ്പം തന്നെ ആത്മഹത്യ നിരന്തരമായിട്ട് ഉണ്ടാകുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ടത്, സ്ത്രീ എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല, മറിച്ചൊരു വ്യക്തിയാണ്. ആ വ്യക്തിപരമായിട്ടുള്ള ചിന്തകളും അതോടൊപ്പം തന്നെ വ്യക്തിത്വം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. രണ്ടാമതായുള്ളത് രക്ഷിതാക്കളാണ് ഇതിൻ്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത്. കാരണം ഏതെങ്കിലും ഒരു കല്യാണം അല്ലെങ്കിൽ മകളുടെ കല്യാണം വന്നു, ഇതൊരു ആർഭാടപൂർണ്ണമായിട്ട് കഴിക്കണമെന്ന് കരുതുക. ഇപ്പം 100 പവൻ അല്ലെങ്കിൽ 110 പവനും അല്ലെങ്കിൽ ഒരു 10,000-20,000 ആൾക്കാരെ ക്ഷണിച്ചിട്ട് അവർക്കെല്ലാം തന്നെ ഭക്ഷണം കൊടുക്കുക. എന്നിട്ട് ഈ ഭക്ഷണം കൊടുത്ത് ഇത്രയും ആഡംബരപൂർവ്വം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചിലപ്പോൾ അവർക്ക് ഒത്തുപോകാൻ പറ്റണമെന്നില്ല. അന്നേരം ആ മകളെന്താ ചിന്തിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ അറിയിച്ചിട്ട് കഴിഞ്ഞ കല്യാണമല്ലേ, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്ത കല്യാണമല്ലേ, ഇനി വീട്ടിൽ പോകുകയാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും വിഷമാവില്ലേ, നാട്ടുകാരുടെ ചോദ്യത്തിന് എന്ത് മറുപടി പറയേണ്ടി വരും? ഈ രീതിയിലാണ് പെൺകുട്ടികൾ മിക്കതും ചിന്തിക്കുക. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ആർഭാടപൂർണ്ണമായിട്ടുള്ള സ്ത്രീധനം കൊടുക്കാതിരിക്കുക. ഇൻ കേസ് നിങ്ങളോട് ഇതേപോലെ തന്നെ നിങ്ങളെ മോളെ കല്യാണം കഴിക്കുന്ന പുരുഷൻ്റെ അല്ലെങ്കിൽ ആണിൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ, ഇതേപോലെ സ്ത്രീധനങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവരെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ ഒരു ബിസിനസ്സോ കാര്യങ്ങളോ അല്ല നമ്മൾ ചെയ്യുന്നത്. അത് ആദ്യം തന്നെ ശ്രദ്ധിക്കുക. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തായാലും നിരന്തരമായിട്ട് പണം തരുന്ന ഒരു വസ്തുവായിട്ട് സ്ത്രീയെ കാണും. അതായത് അവൻ ആവശ്യം വരുന്ന സമയത്ത് ഈ പെൺകുട്ടിയോട് പറയും, വീട്ടിൽ നിന്ന് പോയിട്ട് ഒരു 10 പവൻ കൊണ്ടുപോകുക അല്ലെങ്കിൽ 2 ലക്ഷം കൊണ്ടുവരാം. അന്നേരം ഈ 2 ലക്ഷം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അച്ഛനമ്മമാർക്ക് കൊടുക്കാൻ സാധിക്കണമെന്നില്ല. അന്നേരം അവനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പണം തരുന്ന വസ്തുവായിട്ട് അവൻ കാണാൻ തുടങ്ങി, അല്ലാതെ വ്യക്തിയായിട്ട് കാണാൻ തുടങ്ങില്ല. അതുകൊണ്ട് ഇവിടെ തെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന വലിയൊരു ശതമാനം രക്ഷിതാക്കൾ തന്നെയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മകൾ കല്യാണം കഴിഞ്ഞു എന്തെങ്കിലും ഒരു പ്രോബ്ലം പറയുകയാണ്, ഇതേപോലെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് ഉപദ്രവമുണ്ട്, അല്ലെങ്കിൽ ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നുണ്ട്, വോക്കലി അബ്യൂസ് ചെയ്യുന്നുണ്ട്, വളരെ ഇൻസൾട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത്, മോളെ ഇതെല്ലാം കുടുംബജീവിതത്തിൽ സാധാരണമാണ്, ഇതെല്ലാം സഹിച്ചിട്ടാണ് ഞാനും എത്തിയത്, കുറച്ച് കഴിയുന്ന സമയത്ത് കുട്ടികളുണ്ടാകുന്ന സമയത്ത് ഇതെല്ലാം റെഡി ആയിക്കോളും എന്നുള്ള രീതിയിലുള്ള പഴഞ്ചൻ ചിന്താഗതി മാറിയിട്ട് മോളോട് പറയേണ്ടത്, നിനക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ നീ തിരിച്ചു വാ, നിനക്കുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരിക്കണം രക്ഷിതാക്കൾ പറയേണ്ടത്. അത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആത്മഹത്യയെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു? നമുക്ക് ആരുമില്ല, ഒന്നുമില്ല എന്നുള്ള ചിന്തയിൽ നിന്നാണ് ആത്മഹത്യയിലേക്ക് വരുന്നത്. നേരെ മറിച്ച് കുട്ടിയോട് പറയാണ്, പെൺകുട്ടിയോട് കല്യാണം കഴിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും പറയാം, അല്ലെങ്കിൽ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഉണ്ടെങ്കിൽ പറയാം, നിനക്ക് ഞാനുണ്ട്, എന്താവസ്ഥയുണ്ട്, നീ തിരികെ വാ എന്നുള്ള രീതിയിലുള്ള ഒരു ഉറപ്പ്, ഒരു ശക്തമായ ഉറപ്പ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു പെൺകുട്ടികളും ആത്മഹത്യ ചെയ്യില്ല. നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും കമ്മ്യൂണിക്കേഷൻ വെക്കുക എന്നുള്ളതാണ്. മോളെ കെട്ടിച്ചയച്ചു, പിന്നെ മോളായി മോളെ ഫാമിലി ആയി ചിന്തിക്കാതെ ഡെയിലി ഒന്ന് വിളിക്കുക, കാര്യങ്ങൾ അന്വേഷിക്കുക, അപ്ഡേഷൻ നോക്കുക, മോളെ എങ്ങനെയാണ്, മോളെ ഭർത്താവ് എങ്ങനെയുണ്ട് ക്യാരക്ടർ എന്നൊക്കെ രീതിയിൽ എപ്പോഴും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ അഞ്ചാമത്തെ കാര്യം, ഒരു 18 വയസ്സായി പുര നിറഞ്ഞ് നിൽക്കുക എന്നുള്ള ചിന്താഗതി മാറിയിട്ട് അവൾക്ക് അവളതായിട്ട് ഡ്രീംസ് ഉണ്ട്, അവൾക്ക് ഒരു ജോലി നേടാം അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ ബിസിനസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു ജോലി കിട്ടിയിട്ട് അവർക്ക് സ്വയം തോന്നുന്ന സമയത്ത് മാത്രം കല്യാണം കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ 18 വയസ്സ് കഴിഞ്ഞു അന്നേരം നാട്ടുകാർ പലരും ചോദിക്കും, കെട്ടിച്ചയക്കുന്നില്ലേ, ഇപ്പോൾ ഇങ്ങനെ വയസ്സായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചെക്കനെ കിട്ടില്ല എന്നൊക്കെ രീതിയിൽ പറയുന്നതായിരിക്കും. അതായത് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ അവരോട് പറയുക, എൻ്റെ മോളാണ്, അവളെ തീരുമാനമാണ്, അവളെ ജീവിതമാണ്, അവൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പോകട്ടെ. അന്നേരം അവൾക്ക് ഫ്രീഡം കൊടുത്തു, അവൾക്ക് ചിലപ്പോൾ നല്ലൊരു പങ്കാളി അവൾക്ക് സ്വന്തം കണ്ടെത്താൻ സാധിക്കും. ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഇങ്ങനെ അറേഞ്ച്മെൻറ്റ് മാരേജ് ആണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക,
ഇപ്പം ഞാൻ മുന്നേ വീഡിയോ ചെയ്തിരുന്നു, ഒരു കല്യാണം ഇപ്പം ഒരു പെണ്ണ് കണ്ടു, ഒരു 5 മിനിറ്റ് എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ എന്നൊക്കെ ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ ചോദിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുക. അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കില്ല, അവൻ്റെ ഒന്നും അന്വേഷിക്കില്ല, അവൻ്റെ അച്ഛൻ എന്താ ചെയ്യുന്നത്, അവൻ ബാങ്കിൽ എത്ര പൈസ ഉണ്ട്, അതോടൊപ്പം തന്നെ അവൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, ഇതേപോലുള്ള കാര്യങ്ങൾ മാത്രമാണ്. അവൻ്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അവൻ്റെ ജോലി, അവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അവൻ്റെ അച്ഛൻ്റെ ജോലി, അമ്മയുടെ ജോലി, വീട് എത്ര ഏക്കറാണെന്നെല്ലാം ചിന്തിക്കാതെ അവൻ ആരാണ് അല്ലെങ്കിൽ അവൻ്റെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികളെ അനുവദിക്കുക. അതായത് നമ്മൾ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണ് കണ്ടു, പിന്നെ 2 പേർക്ക് ഇഷ്ടപ്പെട്ടു, പെട്ടെന്ന് തന്നെ സൽക്കാരം ഇങ്ങനെ കല്യാണ നിശ്ചയം, ഉറപ്പ് കൊടുക്കലായി, കല്യാണ നിശ്ചയമായി, കല്യാണമായി. ഈ ഒരു ഗ്യാപ്പിൽ പെട്ടെന്ന് നടക്കാതെ ഒരു പെണ്ണും ആണും ഇഷ്ടപ്പെട്ടു, ഇപ്പോൾ അറേഞ്ച്മെൻറ്റ് മാരേജിലാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അവർക്ക് ഫോണിൽ വിളിച്ച് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുക. ഫോണിൽ വിളിച്ച് സംസാരിക്കട്ടെ, നേരിട്ട് കാണട്ടെ, ഒരു 3 മുതൽ ഒരു 6 മാസമെങ്കിലും പരസ്പരം സംസാരിച്ചിട്ട് പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ വൈബ് ഒക്കുന്നുണ്ടോ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, അവരെ വൈബ് ഒക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വൈബ് ഒത്തില്ല എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. സ്വതവേ സംഭവിക്കുന്നത് എന്താണ്, പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടു, കല്യാണം ഉറപ്പിക്കലായി, നിശ്ചയിച്ചു കഴിഞ്ഞാൽ നമ്പർ കൈമാറും. എന്നിട്ട് അവർ സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒത്തുന്ന് വരില്ല, എന്നാലും കല്യാണം നിശ്ചയം കഴിഞ്ഞു, നാട്ടുകാരെ വിളിച്ചു, സൽക്കാരം കഴിച്ചു, ഇതെല്ലാം തന്നെ കഴിഞ്ഞു, പിന്നെ ഇതിൻ്റെ അകത്ത് ഒഴിഞ്ഞു മാറാൻ പാടില്ല. അന്ന് മുതൽ കല്യാണം കഴിഞ്ഞ ആ ദിവസം മുതൽ അടിയായിരിക്കും. പിന്നെ അടുത്തതായി ശ്രദ്ധിക്കേണ്ട 7ാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തിയിലേക്കല്ല നിങ്ങൾ കൊടുക്കുന്നത്, ഒരു കുടുംബത്തിലേക്കാണ് അയക്കുന്നത് അല്ലേ. കുടുംബത്തിലെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക. അമ്മയുടെ ക്യാരക്ടർ, അച്ഛൻ്റെ ക്യാരക്ടർ എന്താണ്, പണവുമായിട്ട് ബന്ധപ്പെട്ട ഡീലിങ്സ് എങ്ങനെയാണ് എന്നൊക്കെ രീതിയിലൊന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ അവരെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് മാത്രമാണ് ഒരു പെൺകുട്ടിയെ അയക്കേണ്ടത്. ലവ് മാരേജ് ആണെങ്കിൽ വലിയ പ്രശ്നമില്ല, മീൻസ് അവൾ എടുക്കുന്ന തീരുമാനമില്ല. മറിച്ച് അറേഞ്ച്മെൻറ്റ് മാരേജിലും അതോടൊപ്പം ലവ് മാരേജിലും ഇതേപോലുള്ള പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. എന്നിട്ട് സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, ഇത് സ്ത്രീകളുടെ കാര്യം മാത്രമല്ല പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ്. കാരണം പല ടോക്സിക് ആയിട്ടുള്ള ലേഡീസിനെ കല്യാണം കഴിച്ചിട്ട് ജീവിതം നശിപ്പിക്കുന്ന ആണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ കൺസൾട്ടേഷനിലെല്ലാം തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീ ആയാലും പുരുഷനായാലും കൂടുതൽ അടുത്ത് ഇടപഴകാൻ വേണ്ടി ശ്രമിക്കുക. ഫോണിലൂടെ നേരിട്ട് കണ്ടിട്ട് അവരവരെ ചിന്താഗതിയും കാര്യങ്ങളും ഷെയർ ചെയ്യാം. എൻ്റെ ചിന്താഗതി ഇങ്ങനെയാണ്, എൻ്റെ പങ്കാളി എന്ന് പറയുന്നത് ഇന്ന രീതിയിലാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, നിനക്ക് പറ്റുമോ, പറ്റില്ലെങ്കിൽ ഓക്കെ ബൈ എന്ന് പറയാം. അല്ലെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കല്യാണം കഴിഞ്ഞു പെട്ടെന്ന് തന്നെ ഒരു കുട്ടി ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യാതെ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ നോക്കേണ്ട ഒരു കപ്പാസിറ്റി, ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ടോ, അതോടൊപ്പം തന്നെ നിങ്ങൾ മെൻ്റലി പ്രിപ്പയർഡ് ആണോ എന്ന രീതിയിലെല്ലാം തന്നെ ചെക്ക് ചെയ്തിട്ട് മാത്രം കുട്ടിയിലേക്ക് കടക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് കല്യാണം കഴിച്ചു, ഒരു വർഷം കൊണ്ട് കുട്ടിയായി, പിന്നെയാണ് നിങ്ങളെ പ്രോബ്ലംസ് ഭയങ്കര ക്രിട്ടിക്കലായിട്ട് മാറും. അന്നേരം എന്ത് ചെയ്തു, ഈ കുട്ടി ഒരു ബാധ്യതയായിട്ട് മാറും അല്ലേ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു കുട്ടിയെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ഒരു കുട്ടിയുടെ കാര്യം ചിന്തിക്കുക. ഈ പറയുന്ന പോയിൻറ്റ്സ് എല്ലാം തന്നെ നിങ്ങളെ ലൈഫിൽ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ മക്കളോട് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുക. എപ്പോഴും രക്ഷിതാക്കൾ ഓപ്പണായി സംസാരിക്കുക. അത് പെൺകുട്ടിയോടാവട്ടെ ആൺകുട്ടിയോടാവട്ടെ, അത് ഓപ്പണായി സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാൻ തോന്നും അല്ലേ. ഇത് ഇങ്ങനെ ഒരു കെയറിങ്ങോ ഷെയറിങ്ങോ ഒന്നുമില്ലാത്ത വീട്ടിലെ പെൺകുട്ടികളാണ് മിക്കതും ആത്മഹത്യ ചെയ്യുക. അതായത് എപ്പോഴും നമ്മളുടെ വീടിൻ്റെ വാതിലുകൾ പെൺകുട്ടിക്ക് വേണ്ടി, അതായത് നിങ്ങളെ മക്കളെ കെട്ടിച്ചയക്കുകയാണെങ്കിലും അവരെ വാതിലുകൾ മുന്നിൽ തുറന്ന് വെക്കുക. അല്ലാതെ അവളെ വേറൊരു വീട്ടിലേക്ക് അയച്ചു, അന്നേരം നിങ്ങളൊരു വസ്തു വേറൊരു വ്യക്തിക്ക് വിൽക്കുന്ന പോലെയാണ് അല്ലെങ്കിൽ കൊടുക്കുന്ന പോലെയാണ് കരുതാതെ, ഒരു വ്യക്തിയാണല്ലേ, ഒരു സോളുണ്ട് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഉണ്ട് ആ വ്യക്തിക്കുള്ള സ്പേസും നിങ്ങൾ നൽകുക. പിന്നെ നമ്മൾ നല്ലൊരു വിദ്യാഭ്യാസം മക്കൾക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് പെട്ടെന്ന് കിട്ടിക്കാതെ ഒരു എന്താ പറയുക, ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സ്കില്ല് അവർ ചിലപ്പം എന്തെങ്കിലും രീതിയിൽ വീഡിയോ എഡിറ്റിംഗ് ആയിരിക്കാം, ഷൂട്ടിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ കോഡിംഗ് ആയിരിക്കാം, പ്രോഗ്രാമിംഗ് ആയിരിക്കാം, ഡിജിറ്റൽ ഇതേപോലെയുള്ള എന്തെങ്കിലും ഒരു കോഴ്സുകൾ ചെയ്യുക. അന്നേരം അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. എന്തെങ്കിലും രീതിയിൽ എനിക്കൊരു പ്രോബ്ലം വരികയാണെങ്കിൽ എൻ്റെ സ്വന്തം കാലിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ള ഒരു കോൺഫിഡൻസ് വരും. ഇതാണ് നമ്മൾ ലൈഫിൽ വെക്കേണ്ടത്. അല്ലെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യേണ്ടത്. അല്ലാതെ കുറേ ജോലി നേടണം, കുറേ പൈസ ഉണ്ടാക്കണം, ഇതൊന്നുമല്ല. ഇത് കാരണമാണ് കുട്ടികൾ, അത് ചെറിയ കുട്ടികൾ മുതൽ ഇപ്പോൾ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇത് എൻ്റെ ലൈഫിലും എനിക്കും ഇതേപോലുള്ള എക്സ്പീരിയൻസിലൂടെ കടന്നു പോകേണ്ട വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം വർക്ക് പ്രഷർ, അതോടൊപ്പം തന്നെ കുറേ എക്സ്പെക്റ്റേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ ഇതെല്ലാം തന്നെ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങളെ കൂട്ടുകാരിലേക്കും ഞാനിതൊരു വീഡിയോസ് ഷെയർ ചെയ്യാൻ പറയല്ല, നിങ്ങൾക്കിത് വാല്യുബിളായി തോന്നുകയാണെങ്കിൽ നിങ്ങളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാം തന്നെ ഷെയർ ചെയ്യുക. ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.